ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസമായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് തിരക്കിലായിരുന്നു. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതീവ രുചികരമായിട്ടുള്ള ചിക്കൻ കറിയാണത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും ഈ കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അതീവ രുചികരമായിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കൻ, ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1.5 കിലോനാണ്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 2 വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 3 2 മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലിയില, കറിവേപ്പില. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും എണ്ണ ഒഴിച്ചാലാണ് ഈ കറിയുടെ ടേസ്റ്റ് വരിക. പിന്നെ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതും അതുകൂടാതെ വെളുത്തുള്ളി അതിൻ്റെ ഒപ്പിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി ഒരു 15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റോളം വഴറ്റേണ്ടി വരും. വളരെ ചെറിയ തീയിൽ വേണം വഴറ്റിയെടുക്കാൻ, എങ്കിൽ മാത്രമാണ് സവാള നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുക. അപ്പോൾ ഏകദേശം ഇവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ ഉള്ളിയോട് ഒപ്പം ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇതോടൊപ്പം തന്നെ ചേർക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി അത് ഇതിലേക്ക് ചേർക്കാം. ഒരു 1.25 ടീസ്പൂൺ ഗരം മസാല, ഇതുകൂടാതെ ഒരു 1.5 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ഇത് ചേർത്തിട്ട് ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റി എടുക്കണം. ഏകദേശം നമ്മുടെ മസാല നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് വഴറ്റിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മസാല കരിയും എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ സ്വല്പം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വഴറ്റിയാൽ മതി. ഞാൻ കുറച്ച് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഇൻഡാലിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് വഴറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രീതിയിൽ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുള്ള റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴി കഷ്ണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു, ഇത് വൃത്തിയാക്കിയതിന് ശേഷം 1.5 കിലോ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മസാലയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് ഇനി ഒന്ന് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ വേണം അടച്ചു വയ്ക്കാൻ. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ അടിയിലെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു ആവിയൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ കറി വേവാൻ എത്ര വെള്ളമാണോ നമുക്ക് ആവശ്യം അത്രയും ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം വീണ്ടും ഒഴിക്കുക.
ഞാനിത് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്വല്പം കൂടി, കാരണം നമുക്ക് ചിക്കൻ വെന്ത് കിട്ടണം. ഏകദേശം ഒരു 20 മിനിറ്റോളം ഇത് വേവിക്കേണ്ടതായിട്ട് വരും. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റാണ് നമ്മുടെ ഈ കോഴിയുടെ വേവ്. അപ്പോൾ 20 മിനിറ്റോളം നമുക്കിത് വേവിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ഒരു 10 മിനിറ്റ് ആയാൽ ഞാനൊന്ന് തുറന്നു നോക്കും. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ കോഴി ഒരു പകുതി വേവായി കാണും. അപ്പോൾ ഇതിലേക്ക് 1-2 മസാല കൂടി ചേർക്കാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഉപ്പ് ഈ സമയത്ത് നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കറിക്ക് കട്ടി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും അധികമാവില്ല കേട്ടോ. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് ഒരുപാട് കറി വേണ്ട. അപ്പോൾ ഞാനത് വീണ്ടും അടച്ചു വെച്ചു. അടുത്ത 10 മിനിറ്റ് കൂടി നമുക്കിത് വേവിക്കാനുണ്ട് ചെറിയ തീയിൽ. തീ ഞാനിവിടെ ചെറുതാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഞാൻ 10 മിനിറ്റ് ആയപ്പോൾ തുറന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, സൂപ്പർ ചിക്കൻ കറി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് ഏതൊരു ഹോട്ടൽ ഡിഷിനേക്കാളും രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മല്ലി ഇല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് ഞാൻ അവിടെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകിൻ്റെ കളർ നഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസാന ഭാഗത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഇനി കറിവേപ്പിലയ്ക്ക് കൂടെ മല്ലിയില കൂടി തൂവിയതിനു ശേഷം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കി. ഇനി നമുക്കിതൊന്ന് സർവ് ചെയ്ത് നോക്കാം എത്തരത്തിലാണ് ഈ കറി ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് സർവ് ചെയ്യുമ്പോൾ ഈ കറിയുടെ ഭംഗിയും. രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഹോട്ടലിൽ പോയിട്ട് കിട്ടുന്നതിനേക്കാൾ രുചികരമായിട്ടുള്ളൊരു കോഴിക്കറി കഴിച്ചതിൻ്റെ ചാരുതാർത്ഥ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സൂപ്പർ ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇത് പൊറോട്ടയിലേക്കാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരിക. പക്ഷേ ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് പുട്ടിൻ്റെ കൂടെയാണ്. പുട്ടിൻ്റെ കൂടെയും ഈ കോഴിക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് മസാല ദോശയ്ക്ക് പകരം ചിക്കൻ കറി ഒഴിച്ചിട്ട് ദോശ കഴിക്കാം, വെള്ളയപ്പം കഴിക്കാം. എല്ലാത്തിലേക്കും അതീവ രുചികരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മോക്കുതല.